ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇട്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 31-ാം തീയതി ഒരു ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബറാണവർ. ഒരു ചേച്ചിയുടെയും ആ അമ്മയുള്ളൂ, ആ ചേച്ചിക്ക് ആകെ ഒരു അമ്മയുള്ളൂ, പിന്നെ ആ ചേച്ചിയുള്ളൂ. അവരുടെ വീട് ജപ്തിയാവുമ്പോഴാണ്. ആ വീടിൻ്റെ അവസ്ഥ വളരെ ശോകമാണ്. എനിക്ക് അവർ വീഡിയോ ഒക്കെ അയച്ചു തന്നായിരുന്നു. എനിക്കിന്ന് മോണിറ്റൈസേഷനോ അത് കോപ്പിറൈറ്റ് പോലും കിട്ടും. കാരണം അതൊരു വർക്കല ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസിൽ നിന്നാണ് ഞാൻ അവരുടെ വീഡിയോ എടുത്തത്. അവരെ കൊണ്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യിപ്പിക്കാനൊന്നും നോക്കിയില്ല. ഈ അവസ്ഥയിൽ വീണ്ടും വീഡിയോ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊക്കെ കളയുന്ന കാശില്ലേ 10 രൂപയൊക്കെ വെച്ചിട്ട്, അത്രയും എങ്കിലും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി. 10 രൂപ വെച്ചെങ്കിലും നിങ്ങൾ എൻ്റെ ഇത് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ 10 രൂപ വെച്ച് ഗൂഗിൾ പേ എടുത്ത് കൊടുത്താൽ പോലും അവരുടെ കടം കുറച്ച് മാറി കിട്ടും, അവരുടെ ജപ്തി ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. ഇവർ പറയണ എല്ലാം സത്യമാണ്. നിങ്ങൾക്ക് ഗൂഗിൾ പേയുടെ നമ്പർ കൊടുക്കുമ്പോൾ അറിയാമല്ലോ, എനിക്കൊന്നുമല്ല കാശ് കിട്ടുന്നത്. ഇനി അങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കരുത്. എനിക്ക് അങ്ങനെ ആരുടെ ഒരു കാശിൻ്റെ ആവശ്യമില്ല, എനിക്ക് കള്ളപ്പണത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് കിട്ടുന്ന ഇതുകൊണ്ടൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു 10 രൂപ വെച്ച് എല്ലാവരും ഇട്ടാൽ മതി. എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 7000 സംതിങ് ഉണ്ട്. ഒരു 5000 പേരെങ്കിലും ഇത് കാണുന്നുണ്ടാവും. 10 രൂപ വെച്ച് കൊടുത്താൽ പോലും അവർക്ക് എത്ര രൂപ കിട്ടുമെന്നൊന്ന് ആലോചിച്ചപ്പോൾ ഒന്ന് സഹായിക്കണം എന്ന് ഞാൻ പറയാം കേട്ടോ. ഈ 31-ാം തീയതിയാണ് അവർക്ക് ജപ്തി പറഞ്ഞിരിക്കുന്നത്. എനിക്കത് കണ്ടു പിന്നെ ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനും 7 വർഷമായിട്ട് ജോലി ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പിന്നെ ഗൂഗിൾ പേയുടെ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ആർക്കാന്ന്. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി അന്വേഷിച്ചു. ആ ഒരു വീട്ടിൽ നിന്ന് അവർ എന്ത് കള്ളത്തരം കാണിക്കാനാണ്? പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കണം. $9 ലക്ഷം കൊണ്ട് കൊടുത്ത് അടച്ചില്ലെങ്കിൽ അവർ തിരിച്ച് അവരെടുക്കും. നമ്മളെ ഇവിടെ നിന്ന് വെളിയിൽ ഇറക്കുമെന്നാണേ പറയുന്നത്. ഞാൻ അമ്മ കരയണ്ട കേട്ടോ, അമ്മ കരയണ്ട. അമ്മയുടെ ഈ ദുഃഖകഥ കേൾക്കുന്ന നമ്മൾ പ്രേക്ഷകരെ തീർച്ചയായിട്ടും അമ്മയെ സഹായിക്കും കേട്ടോ. അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ലോൺ എടുത്തത്. അപ്പം ബാങ്കിൻ്റെ ജപ്തി നടപടിയെല്ലാം കഴിഞ്ഞപ്പോൾ ലേലം ആയിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലേലം വെച്ചപ്പോഴത്തേക്ക് അതിലാരും പിടിക്കാനില്ലാത്തതുകൊണ്ട് അത് തള്ളിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യം വെച്ചപ്പോഴത്തേക്കും ആരും ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് ഇപ്പം അത് പിടിച്ചിരിക്കുകയാണ്. 9 ലക്ഷം രൂപയ്ക്കാണ് പിടിച്ചിരിക്കുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർ ദയവായി ഞങ്ങൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം. നമുക്ക് ഒരു നിവൃത്തിയില്ല, ഇവിടെ നിന്ന് ഇറങ്ങിയ മരണമല്ലാതെ നമ്മുടെ മുന്നിലില്ല. ദയവായിട്ട് ഞങ്ങൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം. കടം കയറി വലഞ്ഞ ഒരമ്മയും മകളും ജപ്തി ഭീഷണിയിൽപ്പെട്ട് തേങ്ങുകയാണ്. ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ബാങ്കിലെ കടവും പ്രായമേറെയായിട്ടും വിവാഹമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാത്ത മകളുടെ മുഖവും ഒരമ്മ തന്റെ മനസ്സിന്റെ തീരാ നൊമ്പരമായി മാറ്റി കണ്ണീരോടെ എരിഞ്ഞടങ്ങുകയാണ്. ഭർത്താവും ആൺമക്കളും തുണയില്ലാത്ത ഈ വൃദ്ധമാതാവിന്റെ തേങ്ങലുകൾ ആരെയും നൊമ്പരപ്പെടുത്തുന്നതാണ്. പഴകി ദ്രവിച്ച് നിലംപൊത്താറായ ഈ വീട്ടിന് മുന്നിൽ നിന്നുകൊണ്ട് തകർന്നുലഞ്ഞ മനസ്സോടെ ഈ അമ്മയും മകളും തങ്ങളുടെ കഥന കഥകൾ പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ പറയുകയാണ്. വർക്കല പാലച്ചിറ പറങ്കിമാമ്പിള വീട്ടിൽ വസന്ത എന്ന വൃദ്ധമാതാവും 40-കാരിയായ മകളുമാണ് പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ തങ്ങളുടെ ദുഃഖങ്ങൾ പറഞ്ഞ് കരുണയ്ക്കും കാരുണ്യത്തിനുമായി കൈകൾ കൂപ്പുന്നത്. കാണാം വിശദമായ വാർത്ത. എനിക്ക് പറയാനുള്ളത്, ഞാൻ പാലത്തറ വലിയ പള്ളിയുടെ അടുത്താണ് താമസിക്കുന്നത്. പറങ്കിമാമ്പിള വീടാണ് എൻ്റെ വീട്ടിൻ്റെ അഡ്രസ്. ഞാൻ എന്റെ പേര് വസന്ത. ചെറുനീയൂർ ഗ്രാമപഞ്ചായത്ത് സഹകരണ സംഘത്തിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ എടുത്ത് അതെന്നെ കൊണ്ട് തിരിച്ചു. 1 ലക്ഷം രൂപ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 10-12 വർഷത്തോളമായി എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ എന്നെ കൊണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടന്ന് എന്റെ ഭർത്താവിനെ അന്വേഷിച്ചതാണ്. അയാൾ മരണപ്പെട്ടു പോയി. ഭർത്താവിന് ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു, കിഡ്നിക്ക് അസുഖം ഉണ്ടായിരുന്നു, മാനസികമായിട്ട് കൊളസ്ട്രോൾ, പ്രഷർ, ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ എന്റെ കൊച്ചു പെണ്ണ്, എനിക്ക് 5 പെൺമക്കളാണ്. 4 പേരെയും ഞാൻ കഷ്ടപ്പെട്ടായിട്ട് ഒന്നിനെ ഇനി വിവാഹം കഴിക്കാനുണ്ട്. അങ്ങനെ വിവാഹം കഴിച്ചിട്ടില്ല. നമുക്ക് 40 വയസ്സായി. ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് കല്യാണം കഴിക്കാൻ. അപ്പോൾ എന്റെ 12 സെന്റ് പെരേടവും ജപ്തിയായിട്ടിരിക്കുന്നു. സഹകരണ സംഘത്തിൽ നിന്ന് ജപ്തി നോട്ടീസ് കൊണ്ടൊട്ടിച്ച് ബോർഡെല്ലാം വെച്ച് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നെ കൊണ്ട് ഒരു ഗതിയും 1 ലക്ഷം രൂപയെ ഞാൻ എടുത്തിട്ടുള്ളത്. ഭർത്താവിന്റെ ചികിത്സക്ക് അത് 9 ലക്ഷത്തിൽ കൂടുതലോ കവിഞ്ഞിരിക്കുന്നെന്ന് അവർ ജപ്തി നടപടികളായി അവർ ബോർഡ് വെച്ച് ഇവിടെ കൊണ്ടുവന്ന് ബോർഡ് വെച്ച് അവിടെയൊക്കെ നോട്ടീസ് എല്ലാം ഒട്ടിച്ച് വെച്ചു. ബാങ്ക് പറയുന്നത് എന്തെന്ന് വെച്ചാൽ 9 ലക്ഷം രൂപ കൊണ്ട് ചെന്ന് എടുത്ത പ്രമാണം തിരിച്ചു തരാൻ. എന്നെ കൊണ്ട് 9 ലക്ഷം പോയിട്ട് 1 ലക്ഷം പോയി. എനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് എന്റെ ഈ പെരേരം ഒഴിഞ്ഞെടുത്ത് തരാൻ എന്റെ
അവരെല്ലാവരും കൂടെ സഹായിച്ച് എനിക്ക് ആ പെരേടം ഇനി വീണ്ടെടുത്ത് തരാനുള്ളതാണ്. കാണുന്നവരും കേൾക്കുന്നവരും എല്ലാവരും കേട്ട് എൻ്റെ പെരേടം എനിക്ക് തിരിച്ച് ഈ മണ്ണിൽ കിടന്ന് എനിക്ക് മരിക്കണം. അതിനുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പൊ അമ്മയ്ക്ക് വേറെ ബന്ധുക്കളാരുമില്ലേ? എനിക്ക് ആരുമില്ല. ഞാൻ ഒരു അമ്മയ്ക്ക് ഒരു മോള്. എനിക്ക് 5 പെൺപിള്ളേർ, 4 പേരെയും അവരെ കൊണ്ട് സഹായിക്കാനും അവരെ കൊണ്ടൊന്നും ഒരു ഗതിയില്ല. അവരന്ന് ഉടനെ ഇറങ്ങിപ്പോയി ജീവിതം കഴിക്കുന്നവരാണ്. പിന്നെ നോക്കടെ ഒരു ഗതിയും ബാങ്കുകാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യൂല. ബാങ്കുകാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അവർക്ക് ഇത് ഇത്ര ദിവസത്തിന് കഴിഞ്ഞ് പോലും 9 ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത് അടച്ചില്ലെങ്കിൽ അവർ തിരിച്ച് അവരെടുക്കും. നമ്മളവിടെ നിന്ന് വെളിയിൽ ഇറക്കുമെന്നാണ് പറയുന്നത്. ഞാൻ എന്തേ എന്നെ കൊണ്ട് എന്നെ സഹായിക്കണമേ. എന്നെ കൊണ്ടൊരു നാട്ടുകാരെ രക്ഷിക്കണമേ. ഓക്കെ അമ്മ കരയണ്ട കേട്ടോ. അമ്മ കരയണ്ട. അമ്മയുടെ ഈ ദുഃഖകഥ കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകരും തീർച്ചയായിട്ടും അമ്മയെ സഹായിക്കും കേട്ടോ. എന്താണ് ഇപ്പൊ നിങ്ങളുടെ ആവശ്യം? നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പെരേനെ ഒഴിഞ്ഞെടുക്കണം. അപ്പം ബാങ്കിൽ ഇപ്പോൾ 7 ലക്ഷത്തിൽ പുറത്തിരിക്കുകയാണ്. പൈസ അടച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ലോൺ എടുത്തത്. അപ്പം ബാങ്കിൻ്റെ ജപ്തി നടപടിയെല്ലാം കഴിഞ്ഞപ്പോൾ ലേലം ആയിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലേലം വെച്ചപ്പോഴത്തേക്ക് അതിലാരും പിടിക്കാനില്ലാത്തത് കൊണ്ട് അത് തള്ളിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യം വെച്ചപ്പോഴത്തേക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് ഇപ്പോൾ അത് പിടിച്ചിരിക്കുകയാണ്. 9 ലക്ഷം രൂപയ്ക്കാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയെന്ന് വന്നിരിക്കുന്നത്. ഞാനും അമ്മയും മാത്രമേ ഇവിടെ പോകാൻ ഇറങ്ങിയ ആത്മഹത്യയിലെ വേറൊരു വഴി നമ്മുടെ മുമ്പിലില്ല. നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് പോലും ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇത് കാണുന്ന നാട്ടുകാർ ദയവായി നിങ്ങളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം. ബാങ്കിൽ ഇപ്പോൾ 7 ലക്ഷത്തിന് പുറത്ത് 9 ലക്ഷം രൂപയ്ക്ക് ബാങ്കിൽ ലേലം പിടിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടീസും ഇവിടെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് നോട്ടീസ് വന്നത്. ഈ മാസം 17-ാം തീയതി ആയപ്പോഴത്തേക്ക് ഒരു മാസം കഴിഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇവിടെ നിന്ന് ഇറക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒരു നിവൃത്തിയും ഇല്ല. ഇവിടെ നിന്ന് ഇറങ്ങിയ ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് വിവാഹം പോലും കഴിക്കാതിരിക്കുന്നത്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചിട്ട് 9 വർഷത്തിൽ കൂടുതലായി. അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തതാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ ദയവായി ഞങ്ങൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം. നമുക്ക് ഒരു നിവൃത്തിയില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയ മരണം അല്ലാതെ വേറെ വഴി നമ്മുടെ മുന്നിലില്ല. ദയവായിട്ട് ഞങ്ങൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം. ഇവരുടെ കഥനകഥയും ഒപ്പം ഗൂഗിൾ പേ നമ്പരും പ്രതീക്ഷയോടെ ഞങ്ങൾ പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ദയവായി ഇവരെ കൈവടിയരുതേ പ്രിയപ്പെട്ടവരെ. ഇവരെ സഹായിക്കുക, നെഞ്ചോട് ചേർത്ത് നിർത്തുക. പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ വീടിന്റെ പടികളിറങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.